കളർ വേറൊരു കളർ കൊണ്ട് ഞാൻ 2 ബാഗ് തയ്ച്ചത്. സീക്വൻസും ഇതും വെച്ചിട്ട് തന്നെയാണ് തയ്ച്ചെടുത്തത്. കണ്ടോ, ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചിട്ട്. ഇതിൻ്റെ മറുവശം അത് അതേമാതിരി തന്നെ ഒരേമാതിരിയാണ് രണ്ടും കാണാനായിട്ട്. ഹാൻഡിൽ ഈ ഹാൻഡിലൊക്കെ അത് അതേമാതിരി എൻ്റെ ഇവിടെ മുകളിൽ തുന്നി പിടിപ്പിച്ച് കണ്ടത്. അപ്പോൾ ഈ ബാഗ് കാണാൻ അതേമാതിരി. ഈ അടുത്ത് ഞാൻ നേരത്തെ തയ്ച്ച പിങ്ക് ഞാൻ തയ്ച്ചെടുത്ത് അതേമാതിരി തന്നെ. അത് ആ പിങ്ക് ബാഗാണത്. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ. എൻ്റെ ഹാൻഡിൽ അതേമാതിരി വെച്ച് തയ്ച്ചു. എൻ്റെ ഉള്ളിലും അതേമാതിരി ഈ വൂളൻ നൂല്, ഈ പിങ്ക് കളറുള്ള വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്തത്. ഇവിടെ അതേമാതിരി സിബും വെച്ച് ഉള്ളിൽ അകത്തൊരു പോക്കറ്റും വെച്ച്. അത് കോട്ടൺ തുണീനെ കൊണ്ടാണ് വെച്ച് ഉള്ളിൽ അതേമാതിരി. ഈ ബാഗ് അതേമാതിരി കാണാനായിട്ട് രണ്ടെണ്ണം ഞാൻ തയ്ച്ചെടുത്തു വേറെ വ്യത്യാസമായിട്ട്. ഞാൻ ഷുഗർ ബീഡ്സും സീക്വൻസും ഉപയോഗിച്ചിട്ടൊരു ബാഗ് തയ്ച്ചെടുത്ത. ഈ ബാഗ് കാണാനായിട്ട് ഇതേമാതിരി ഉണ്ട്. ഇതിൻ്റെ മറുവശം ഇതേമാതിരി തന്നെ കാണിച്ചത്. 2 സൈഡ് ഒരേ വിധത്തിലാണ് ഞാൻ തയ്ച്ചെടുത്തത്. മുത്തും സീക്വൻസും വെച്ചിട്ട് ഞാനൊരു ബാഗ് തയ്ച്ചെടുത്തു. ഇത് ഫുള്ള് ചെറിയ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, ഷുഗർ ബീഡ്സ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടത് സീക്വൻസ് വെച്ചിട്ടുണ്ട്. സീക്വൻസ് വെച്ചിട്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തൊരു ബാഗാണത്. പേഴ്സ്, ചെറിയ മിനി പേഴ്സ് ഉണ്ടല്ലോ, ഒരു ഇത് ബാഗായിട്ട് ഇതെടുക്കുന്ന ചെറിയൊരു മൊബൈൽ എടുക്കുക, പിന്നെ കുറച്ച് അത്യാവശ്യം ക്യാഷും വെച്ചിട്ടുള്ള എടുക്കുന്ന ഒരു ബാഗ്. അതിൻ്റെ ഉള്ളിൽ ഞാനിത് അതേമാതിരി സിബൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സിബൊക്കെ വെച്ചിട്ട് ഇതാ വൂളൻ ത്രെഡ് കൊണ്ട് ഞാനൊരു ഇത് കവറിട്ട് കൊടുത്തിട്ട് അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുക. ഇതേ വലിപ്പത്തിൽ, ഈ പേഴ്സിൻ്റെ അതേ വലിപ്പത്തിൽ വൂളൻ ത്രെഡ് കൊണ്ട് ഞാൻ ഇത് തുന്നിയിട്ട് അതിൻ്റെ അകത്ത് ഇറക്കി വെച്ച് ഇവിടെ സിബൊക്കെ വെച്ച് ഇവിടെ ടൈറ്റ് ചെയ്ത് തുന്നി വെച്ച്. അതിൻ്റെ ഉള്ളിൽ എന്താ ഞാനൊരു പോക്കറ്റ് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഒരു പോക്കറ്റും വെച്ചിട്ട് ക്ലോത്ത് കൊണ്ട് അതേമാതിരി സിബ് ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഇത് ഞാൻ ഫുള്ള് സീക്വൻസും ഷുഗർ ബീഡ്സും ഉപയോഗിച്ച് തയ്ച്ചെടുത്ത ബാഗാണ്. അതുപോലെ ഹാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് 2 വെച്ചിട്ടുണ്ട്. ഇത് 5 ഷുഗർ ബീഡ്സ് ഇതിൻ്റെ മുകളിൽ ഞാൻ പുറത്തെടുത്തതാണ്. ഈ അടുത്തതിൻ്റെ മുകളിൽ ക്രോസ് ആയിട്ട് ഉള്ളതിൻ്റെ മുകളിൽ സീക്വൻസിൻ്റെ മുകളിൽ അത് ഇറക്കുക ഉണ്ട്. ഇതേമാതിരി നമുക്ക് ഏത് വിധത്തിലും അങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇത് കോർത്ത് കൊടുക്കുക. അങ്ങനെ കോർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പേഴ്സിൻ്റെ 2 സൈഡും വെച്ച് തയ്ച്ച് ഒക്കെ അത് വെച്ച് തയ്ച്ചാൽ മതി. ഞാൻ ആ ബാഗിന് ഉണ്ടാക്കാനുള്ള ഹാൻഡിൽ ഞാൻ തയ്ച്ചെടുത്ത മൊത്തമുണ്ട്. ഇതേ ഹാൻഡിലാണ് അതിനെടുക്കുന്നത്. 2 ഹാൻഡിൽ വേണമല്ലോ, ഇതേമാതിരിയുള്ള ഹാൻഡിൽ.
ഇത് അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഫിറ്റാക്കുന്നത് കാണിച്ചു തരാം. ഇതേമാതിരി നമ്മൾ ഈ പിന്നെ ഇലക്ട്രിക്കലിൻ്റെ വയറുണ്ടല്ലോ, ഈ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇതാണിത്. ഇതെന്താ ചെയ്യുക ഈ നമ്മളെ ഈ മുത്തിൻ്റെ തുന്നി വെച്ച ഹാൻഡിലുണ്ടല്ലോ, ഇതിനുള്ള കൂടെ അത് ഇതെടുക്കുക കൊടുക്കുക. അപ്പോൾ അത് നല്ലതായിട്ട് നിൽക്കുക. ഇതിനുള്ള കൂടെ ഇട്ട് കൊടുക്കുക. ഇതിനുള്ള കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് പ്രയാസം അല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് വന്നു അല്ല. ഈ രണ്ടറ്റത്തും ഇത്ര എക്സ്ട്രാ വെക്കണം, എന്നാലും ഇത് ബാഗിൻ്റെ മുകളിൽ ഇത് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കണ്ടത്, ഇതേമാതിരി ഇത് വന്നു. അതേമാതിരി ഞാൻ ഈ പ്ലാസ്റ്റിക് കോട്ട് ഈ ഇതിനുള്ളിൽ കൂടെ എത്തുമല്ലോ, ഈ ഹാൻഡിലിനുള്ള കൂടെ, എന്നിട്ട് അതിൻ്റെ ഈ വയറിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ് കഴിഞ്ഞ് വെറും കോപ്പർ ഇത് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ തയ്ച്ച് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, ഈ ഇതിൻ്റെ മുകളിൽ ഇത് ചുറ്റിയിട്ട് ടൈറ്റാക്കി പിടിപ്പിക്കുക. ഇതിൻ്റെ മുകളിലെടുത്തിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതേമാതിരി നല്ല ടൈറ്റാക്കി എടുക്കുക. ഉണ്ടോ, ഇത് അടുപ്പിക്കണം. ഇതിൻ്റെ മുകളിലേക്ക് കോട്ടിങ് വരുന്നത് വരെ നല്ലോണം അടുപ്പിക്കുക. അടുപ്പിച്ചിട്ട് ഇതങ്ങനെ അടുപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ ചുറ്റി പിടിപ്പിക്കുക. അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് ഫിറ്റാക്കി എടുക്കണം. ഇതിൻ്റെ മുകളിൽ അതേമാതിരി ഞാൻ ഇതാക്കണ്ടോ, ഇതേമാതിരി ഇതിൻ്റെ മുകളിൽ പിന്നെ ഇതിൻ്റെ മുകളിൽ ഈ നൂലിട്ടിട്ട് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കാണാത്ത വിധത്തിൽ തുന്നി കൊടുക്കുക. ഇതേമാതിരി ഫിക്സ് ആക്കിയാൽ ഇതേമാതിരി 4 എണ്ണത്തിൻ്റെ മുകളിലും ഇതേമാതിരി ഫിക്സ്. അപ്പോൾ ഈ ഹാൻഡിൽ ഇവിടെ ഫിക്സ് ആവും.